മമ്മൂട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ മമ്മൂട്ടി ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ആരാന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. അങ്ങനല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കൂടെ നിൽക്കണ്ട, നിങ്ങൾ മാറി നിൽക്കൂ എന്ന്. ഞാൻ അവിടെ ഇല്ലേ? ചിലപ്പോ നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും, നിങ്ങൾക്ക് ഭയങ്കര വിവരമുണ്ട്, നമുക്ക് വിവരമല്ല. ഞങ്ങളങ്ങനെ വിചാരിച്ചില്ല. കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഒരു ജനപ്രതിനിധിയാണ് റഫീഖിന്റെ സ്ഥാനത്ത് നിന്നതെങ്കിലോ. പി കെ ബഷീറാണെങ്കിൽ ഞാൻ അപ്പം അങ്ങോട്ട് തിരിച്ച് മറുപടി ചോദിക്കും. പരിപാടി അപ്പം ചോദിക്കും. പി കെ ബഷീറിന്റെ ശൈലി അപ്പം വേറെ ആയിരിക്കും. ഓരോരുത്തരൊക്കെ ഒരു സ്വഭാവമില്ലേ, എല്ലാരും 100 വാപ്പാര മക്കളല്ലേ. അങ്ങനെ പൊന്നാര CM അതായത് നമ്മളൊരു ബഹുമാനം കൊണ്ടും ഇഷ്ടം കൊണ്ടുള്ള ഒരു വിളിയാണ്. മത്സരിക്കണം അത്ര ആഗ്രഹമുണ്ട്. ചോദിക്കും ഏറ്റവും ശക്തനായ ഒരു എതിരാളി ആരായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നത്? എന്നെ കൊണ്ട് തന്നെ പറയിച്ചോ. 3 ടേം MLA ആയ PK ബഷീർ സാഹിബിനെ ഒരു മന്ത്രിയെ കാണാനുള്ള ഭാഗ്യം തലയില വരെ ശരിയാണെങ്കിലൊക്കെ നടക്കും. പ്രിയങ്ക വഴി എന്തോ ഒരു സീറ്റ് നേടാൻ ശ്രമം എന്നൊക്കെ കേൾക്കുന്നു. അതിന് പോട്ടെ വാപ്പാനോ ആനല്ലേ. ഒരു വെട്ടി തുറന്ന് പറഞ്ഞൊരു കാര്യം കുറെ നാളൊരു വിവാദമായിട്ട് വന്നിട്ടുണ്ട്. ചോദിച്ചു വാങ്ങിയല്ലേ. അങ്ങനെ ഭക്ഷണപ്രിയരായ നേതാക്കളാണോ UDF-ലുള്ളത്? അതൊക്കെ അങ്ങനെ തന്നെ നടക്കുള്ളൂ. മീറ്റിംഗ് ഉണ്ടാവും, മീറ്റിംഗ് ഉണ്ട്. ഒരു തുരങ്കപാതക്ക് 3 ഉദ്ഘാടനം, അതിന്റെ എത്ര പരസ്യമായി. ഇപ്പൊ പാറ പൊട്ടിക്കണേന് ഉദ്ഘാടനം. അങ്ങനെയാണല്ലേ UDF-ന് PR വർക്കിന് ഫണ്ട് മാറ്റി വെച്ചിട്ടില്ല? പാർട്ടി വേറെ വെക്കണം, അല്ലാതെ നാട്ടുകാർ പൈസ കണ്ടല്ല PR വർക്ക് നടത്തല്. സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. വനിതാ MLA ഉണ്ടാവും. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. എന്നാലും കുട്ടി എന്നെ കൂടെ പറഞ്ഞു അങ്ങനൊന്നും പറയണ്ട. വയനാടിന്റെ ഖൽബില് ബഷീർ സാഹിബ് തന്നെയാണോ? അല്ല, നാട്ടുകാർക്ക് ഇഷ്ടണ്ടായിട്ടാണല്ലോ ഞാൻ 3 പ്രാവശ്യം ജയിപ്പിച്ചത്. ഒരു ലീഗിന്റെ മുഖ്യമന്ത്രി ആയിരുന്നോ ആഗ്രഹമില്ലേ? എന്റെ കയ്യിൽ നിന്ന് കിട്ടൂല. എന്ത് വിചാരിച്ചിട്ട് കാര്യമില്ല.